ഡേയ് അനുമോളും അതോടൊപ്പം തന്നെ അനീഷും മാത്രമല്ല ഒന്നിച്ചെത്തുന്നത്. ഇപ്പോൾ ഇതാ നൂറ, ആതിര, അനീഷും കൂടി ഒരുമിച്ചെത്തുകയാണ്. അതും അനീഷിന്റെ സ്വന്തം നാടായിട്ടുള്ള തൃശ്ശൂരില് അനീഷും നൂറയും ആതിരയും ഒരുമിച്ചെത്തുന്നു. അതും നാളെ നാളെ രാവിലെ 11 മണിക്ക് 7th ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അനീഷും അതോടൊപ്പം തന്നെ നൂറയും ആതിരയും ഗസ്റ്റായിട്ട് അവിടെ വരുന്നു. രാവിലെ 11 മണിക്കാണ് പരിപാടി. എന്തായാലും അനീഷിന്റെ സ്വന്തം നാട്ടിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ അനീഷും അതോടൊപ്പം തന്നെ നൂറയും ആതിരയും ഒരുമിച്ചെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനുമോളും അനീഷും ഒരുമിച്ചെത്തുന്നു. അത് തിരുവനന്തപുരത്ത്. അപ്പോൾ അനീഷ് ആദ്യ ഒരു ഉദ്ഘാടനത്തിന് ഒരു ഗ്യാപ്പ് എടുത്തു എങ്കിലും അത് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഞാൻ ആ ഒരു ഗ്യാപ്പ് എടുത്തത്. അതായത് ഒരു കാര്യം തുടങ്ങുമ്പോഴത്തേക്കും അത് നമുക്ക് കൂടി ഇഷ്ടമുള്ള ഒരു കാര്യം തുടങ്ങി വെക്കുമ്പോഴത്തേക്കാണ് അതിനൊരു പൂർണ്ണ സംതൃപ്തി കിട്ടുന്നത്. അതുകൊണ്ടാണ് അനീഷ് ആ ഒരു ഉദ്ഘാടനം അത്രയേറെ വൈകിപ്പിച്ചത്. അല്ലാതെ അതിന് മുന്നേ തന്നെ അനീഷിന് ഒരുപാട് ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ടുള്ള ക്ഷണങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അനീഷ് എന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ പങ്കെടുക്കാതെ താൻ ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു സംരംഭം അത് ഇന്നതായിരിക്കണം എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചുകൊണ്ട് അനീഷ് ചെയ്ത ആ ഒരു ആദ്യ ഉദ്ഘാടനം നമ്മളെല്ലാവരും കണ്ടൊരു കാര്യം തന്നെയാണ്. അത് അത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അനീഷ് ആദ്യം ഉദ്ഘാടനം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതാ തുടരെ തുടരെ കാര്യങ്ങൾ ഓരോന്നായിട്ട് വരുന്നു. ഇപ്പോൾ ഇതാ ഗസ്റ്റായിട്ട് നാളത്തെ പരിപാടിയിൽ അനീഷ് എത്തുന്നു. കൂടെ ആതിരയും നൂറയും വരുന്നു. അതിനുശേഷം 14-ാം തീയതി ഉദ്ഘാടന ചടങ്ങ് വരുന്നു. അതും തിരുവനന്തപുരത്ത് അനുമോളുമൊത്ത്. അതോടൊപ്പം തന്നെ ഇന്നലെ മൈജിയുടെ ലക്ഷങ്ങൾ വിലയുള്ള ആ ഒരു ഗൃഹോപകരണങ്ങളൊക്കെ തന്നെ അനീഷിന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞു. 10 ലക്ഷം രൂപ ഇതിനോടകം തന്നെ അനീഷിന് അല്ലാതെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്കും അനീഷിന് ശരിക്കും പറഞ്ഞാൽ അതൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും അനീഷിന് അതൊരു നേട്ടം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്. ഫസ്റ്റ് പ്ലേസ് കിട്ടിയില്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പ്ലേസ് കിട്ടിയ ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് അനീഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ.